നാളെ കടലക്കറി ഉണ്ടാക്കിയാലെന്ന് വിചാരിക്കുകയാണ്. സോ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഒരു 1 കപ്പ്. സോ ഇത് ബാക്കി നമുക്ക് നാളെ കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. സോ ഇന്നലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കടല ഞാൻ ഇന്ന് രാവിലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ കറി ഉണ്ടാക്കാൻ ഉള്ളി അരിഞ്ഞു, തക്കാളി, ജിഞ്ചർ ഗാർലിക് നന്നായി ചതച്ചിടാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രാമ്പൂ, ജീരകം അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ട് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇനി പച്ചമുളകും കൂടെ അരിഞ്ഞു വെക്കണം. പച്ചമുളകും അരിഞ്ഞു കേട്ടോ. കറി കുറച്ച് തിക്നെസ് വേണ്ടവർക്ക് നമുക്ക് കുറച്ച് കടല മാറ്റിയിട്ട് സ്മാഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ എല്ലാം സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകമൊക്കെ ചേർത്ത് ചതക്കുക കേട്ടോ. സോ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇടുക. കടുക് പൊട്ടുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക്, പെരുംജീരകം ഇതിലേക്ക് ഇടുന്നു. കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, ഇത് നന്നായിട്ട് സ്റ്റിർ ചെയ്യണം. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിടാം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ലേശം ഗരം മസാല, മല്ലിപ്പൊടി ഇട്ടു. ഇങ്ങനെ നന്നായിട്ട് വഴറ്റി ഇനി നമ്മൾ കടല ഇതിൻ്റെ കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കേണ്ടതാണ്. വെച്ച ആ കടല ഞാനിത് ആദ്യം ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത കടല ഇടാം. അടുത്തത് ബാക്കി കടലയും കൂടെ ആ കടല വേവിച്ച വെള്ളവും ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം തിളപ്പിക്കുക. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം ഞാൻ കടല വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. സോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. അങ്ങനെ നമ്മുടെ കടലക്കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്കൊരു ചെറിയ ജാഗ്രിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് എന്തെങ്കിലും അധികം ഉണ്ടെങ്കിലൊക്കെ ഇതായിക്കോളും, യോജിച്ചോളും. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി ഈസ് റെഡി.